ഡേ 20യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പ്രാണായാമയാണ് പരിചയപ്പെടുന്നത്. അനുലോമ വിലോമ അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ബാലൻസിങ് പ്രാണായാമയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ വലത് കൈയിൽ നാസികാമുദ്ര, അതായത് ഇൻഡെക്സും മിഡിൽ ഫിംഗറും ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതാണ് നാസികാമുദ്ര. ഇടത് കൈയിൽ നിങ്ങൾക്ക് ചിന്മുദ്ര സ്വീകരിക്കാവുന്നതാണ്. വലത് നാസിക, വലത് തമ്പ് കൊണ്ട് പതിയെ ക്ലോസ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ പ്രസ് ചെയ്യാനൊന്നും പാടില്ല. അതിന്റെ സെന്ററിൽ ജെന്റ്ലി ഒന്ന് വെക്കുക. ഇടതിലൂടെ ആദ്യം ഒന്ന് ശ്വാസം വിടുക. ശേഷം ഇടതിലൂടെ ശ്വാസം എടുക്കാം ദീർഘമായി. ഇടത് നാസിക നമ്മളുടെ റിംഗ് ആൻഡ് ലിറ്റിൽ ഫിംഗർ കൊണ്ട് പതിയെ ക്ലോസ് ചെയ്യുക. ശേഷം സാവധാനം വലത് തുറന്ന് വലതിലൂടെ പൂർണ്ണമായിട്ട് ശ്വാസം വിടാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. വലതിലൂടെ ദീർഘമായി ശ്വാസം എടുക്കുക, വലതടയ്ക്കാം, സാവധാനം ഇടത് തുറന്ന് ഇടതിലൂടെ പൂർണ്ണമായി ശ്വാസം വിടാം. ഇതാണ് ഒരു റൗണ്ട്. അതായത് ഇടതിലൂടെ ശ്വാസം എടുക്കുക, സാവധാനം വലതിലൂടെ ശ്വാസം വിടുക, വലതിലൂടെ ശ്വാസം എടുക്കുക, ആൻഡ് പതിയെ ഇടതിലൂടെ ശ്വാസം വിടുക. ഓക്കെ, ഇത് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി സാവധാനം അതിന്റെ ഹോൾഡിംഗ് ടൈം എല്ലാം കൂട്ടിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓരോ ശ്വാസം ഡീപ്പായിട്ട് എടുക്കാനും ലോങ് ആയിട്ട് എക്സെയിൽ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സലേഷനിൽ ശ്വാസം വിടുന്ന സമയം കൂടുതൽ സമയം എടുത്ത് എക്സെയിൽ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ബ്രത്ത് ഹോൾഡ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. അത് തുടക്കത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം. അതായത് ശ്വാസം എടുത്തു, ഉടനെ തന്നെ വിടുന്നില്ല. ഇൻഹെയിൽ ചെയ്തതിന് ശേഷം പതിയെ ഒരു ഹോൾഡിംഗ് ടൈം കൂടി വരുന്നുണ്ട്. അത് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ മാത്രം പരിശീലിച്ച് വരിക. ശേഷം ഗ്രാജുവലി അതിന്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. തുടക്കത്തിൽ ഇൻഹെയിൽ ആൻഡ് എക്സെയിലിന്റെ റേഷ്യോ ഒരു 1:2 റേഷ്യോയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പതിയെ പതിയെ നമ്മൾ ചെയ്ത് ഫൈനലി അച്ചീവ് ചെയ്യേണ്ടത് 1:4:2 ആണ്. അതായത് ഇൻഹെയിലും ഹോൾഡും എക്സെയിലും ചെയ്യേണ്ടത് 1:4:2 ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ പ്രോപ്പറായിട്ട് പരിശീലിച്ചിട്ട് മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ഗുണങ്ങളാണ്. സ്ട്രെസ് റിലീവ് ചെയ്യാൻ, ആൻസൈറ്റി റിലീവ് ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ മാറ്റാൻ, പ്രാണിക് എനർജീനെ ഹാർമണൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളവര്, ബ്രോങ്കൈറ്റിസ്, അതുപോലെ ആസ്മ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രാണായാമ കൂടിയാണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.